ഹായ്, പാറുക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ യോഗ ചികിത്സയുമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഇട്ടിരുന്നത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. അപ്പം നമ്മൾ ഈ സൂര്യ നമസ്കാരമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു യോഗാസനത്തിലെ ഡയബറ്റീസുമായി ബന്ധപ്പെട്ട യോഗ ചികിത്സയിൽ യോഗാസനങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സൂര്യ നമസ്കാരമാണ് ഞാൻ ആദ്യം ഇട്ടുതരുന്നത്. അതിന് 12 സ്റ്റേജുകളുണ്ട്, 12 ചുവടുകളുണ്ട്, 12 ഘട്ടങ്ങളിലൂടെ അത് പറഞ്ഞ് നിങ്ങൾക്ക് തരികയുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ഘട്ടമാണ് നമ്മളുടെ ഇതിപ്പോൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഓഫ് ദ യോഗാസനാണ്. ഇത് രീതി, അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഫുള്ളായിട്ടുള്ള രീതിയാണ് ഇട്ട് തരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ യോഗാസനം ചെയ്യും. അതിൻ്റെ ചുവട് 1 ഫസ്റ്റ് മെത്തേഡ് ഓഫ് ദ യോഗാസനം അത് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് പൂർണ്ണമായും അതിൻ്റെ കാര്യങ്ങളും ഗുണങ്ങളും ദോഷവും പറഞ്ഞ് നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് യോഗാസനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള മെത്തേഡാണ്, രീതിയാണ്. ഈ യോഗാസനം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നിരപ്പായ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. നല്ല സൂര്യത്തിൻ്റെ വായുസഞ്ചാരമുള്ള സ്ഥലമായിരിക്കണം. സൂര്യന് അഭിമുഖമായി തന്നെ നമ്മൾ നിന്ന് ഇത് ചെയ്യണം. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കണം. സൂര്യൻ ഉദിച്ച് ചൂടായതിനു ശേഷം ഒരിക്കലും സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യരുത്. അപ്പം ഇത് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വയർ ഫ്രീ ആയിരിക്കണം. നമ്മുടെ ശൗചകർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സൂര്യനഭിമുഖമായി നിൽക്കേണ്ട പൊസിഷൻ നമ്മളുടെ ഷോൾഡറിൻ്റെ വീതിയിൽ നമ്മളുടെ കാലുകൾ വയ്ക്കുക. അങ്ങനെ വെച്ച് നമ്മൾ നിന്ന് 2-3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിട്ടതിന് ശേഷം പുറത്തേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡി ആൻഡ് അട്രാക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമ്മൾ യോഗാസനം തുടങ്ങാവൂ. ഇങ്ങനെ നമ്മളെ പൊസിഷനിൽ നിന്നതിന് ശേഷം നമ്മളെ ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് നമ്മൾ 2 കൈയും ചെവിയോട് ചേർത്ത് നേരെ മുകളിലേക്ക് സൂര്യനെ അഭിമുഖം ദ കൈയുടെ പാം ഫേസ് ദ അപ്വേർഡ് ആക്കി പാം ഫേസ് ദ സൺ, സൂര്യനെ ഫേസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നേരെ നിവർന്ന് ഉള്ളിൽ കൊണ്ടുപോയി നിൽക്കുന്നു. ഈ അവസ്ഥ ശ്വാസം ഉള്ളിലേക്ക് മെല്ലെ വലിച്ചു കൊണ്ടിരുന്ന് അവിടെ ഒരു 2-3 സെക്കൻഡ് നിൽക്കുന്ന സമയം നമ്മുടെ നെഞ്ചും നമ്മുടെ തലയും ഒരു ആർച്ച് രൂപത്തിൽ ബാക്കിലേക്ക് പോവുകയും വയർ ഉള്ളിലേക്ക് വലിക്കുകയും ബാക്കി നട്ടലിലെ ഒരു ആർച്ചിൻ്റെ രൂപത്തിലാക്കിക്കൊണ്ട് നമ്മൾ ശ്വാസത്തെ ഉള്ളിലേക്ക് പിടിച്ച് അവിടെ അനങ്ങാതെ നിൽക്കുന്നു. അവിടെ നിന്നതിന് ശേഷം നമ്മൾ ശ്വാസത്തെ മെല്ലെ വിട്ടുകൊണ്ട് നമ്മുടെ കൈകൾക്ക് ഈ സമയം യുവർ ഹാൻഡ് ആയിരിക്കണം. ഈ സമയം നമ്മളുടെ കൈകൾ സ്ട്രൈറ്റായി പിടിച്ചുകൊണ്ട് തന്നെ ഭൂമിയിൽ നമ്മളുടെ കാലുകളുടെ നേരെ കൈകൾ കൊണ്ടുവന്ന് ഭൂമിയിൽ പതിച്ച് നിൽക്കണം. ഈ സമയം നമ്മളുടെ ശരീരം 2 ഭാഗങ്ങളായിട്ട് കാണപ്പെടുന്നു. കാല് തൊട്ട് അരക്കെട്ട് വരെ സ്ട്രൈറ്റായി ഒരു ഭാഗവും നട്ടെല്ലും തോളും കഴുത്തും വേറൊരു ഭാഗവുമായി 2 ഘട്ടങ്ങളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. ഇങ്ങനെ നിന്നുകൊണ്ട് നമ്മളുടെ വലത് സൈഡിലേക്ക് മെല്ലെ 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 വലിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്നു. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു. കാലിൻ്റെ പെരുവിരൽ ഭൂമിയിൽ ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് ലെഗ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ചു നിൽക്കണം. ഈ അവസരത്തിൽ നമ്മളുടെ തലയും കഴുത്തും മേലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും. ഈ സമയം നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് ഇടത് കാലിനെ ഇടത് സൈഡിലേക്ക് നിരക്കി നിൽക്കുന്നതോടൊപ്പം ശ്വാസത്തെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഇടത് കാല് പൂർണ്ണമായും ബാക്കിൽ സ്ട്രൈറ്റായി വന്ന കാലിൻ്റെ പെരുവിരൽ ഭൂമിയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരണം. അങ്ങനെ നിന്നതിന് ശേഷം നമ്മളുടെ തല മെല്ലെ കുനിച്ച് ഭൂമിയിലേക്ക് വരികയും കൈകൾ ഗ്രൗണ്ടിൽ ബലമായി ടച്ച് ചെയ്യുകയും കാലിൻ്റെ പെരുവിരൽ നമ്മുടെ നെറ്റി, നമ്മുടെ മേൽവയറ്, ചെസ്റ്റ്, കാൽമുട്ട ഇവ പൂർണ്ണമായും ഭൂമിയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ വരികയും കൈയുടെ എൽബോ മുകളിലേക്ക് ഫേസ് ചെയ്തും പിടിച്ചുകൊണ്ട് നിൽക്കണം. ഈ സമയം നമ്മളുടെ അടിവയറും നമ്മളുടെ അരക്കെട്ടും നമ്മളുടെ തുടഭാഗവും അല്പം നമ്മുടെ മേൽത്താടിയും പൊങ്ങിയ രീതിയിൽ നിൽക്കണം. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളെ ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പുറകിലിരിക്കുന്ന വലത് കാലിനെ മെല്ലെ നിരക്കി നമ്മുടെ കൈയുടെ നേരെ കൊണ്ടുവരികയും ശ്വാസത്തെ പിടിച്ചവിടെ നിർത്തുകയും ഇടത് കാലിനെ പുറകിൽ നിന്ന് നിരക്കി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയും ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് തള്ളുകയും ചെയ്ത് നമ്മൾ ശരീരത്തെ 2 ഭാഗങ്ങളാക്കി നമ്മൾ കൊണ്ടുവന്ന് നോക്കുന്നു. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് തുടക്കക്കാർക്ക് ഈ ശ്വാസത്തെ 1-2 പ്രാവശ്യം ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യും. നമ്മുടെ ആയാസകരമായ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ ഒരു
അങ്ങനെ നിന്നതിന് ശേഷം ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് നമ്മൾ മെല്ലെ പൊങ്ങി കൈകൾ ഹാൻഡ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പിടിച്ച് നേരെ മുകളിൽ കൊണ്ടുവരികയും സൂര്യൻ അഭിമുഖമായി നിന്നുകൊണ്ട് തന്നെ കൈകൾ സൂര്യൻ നേരെ കൊണ്ടുവരികയും നമ്മുടെ തലയും നട്ടെല്ലും ബാക്കിലേക്ക് ആർച്ച് രൂപയിൽ ഒരു വില്ലിൻ്റെ ആകൃതി മാക്സിമം വളച്ചു കൊണ്ടുപോയി പൂർണ്ണമായും ശ്വാസത്തെ പിടിച്ചു നിർത്തി നമ്മുടെ വയറിനകത്തേക്ക് വലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കണം. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസത്തെ പൂർണ്ണമായും പുറത്തേക്ക് തള്ളിക്കൊണ്ട് നേരെ സൂര്യന് അഭിമുഖമായി നിന്ന് കൈകൾ കൂപ്പി ചെസ്റ്റിലേക്ക് നമ്മുടെ തള്ളവിരലിനെ അമർത്തി പിടിച്ചുകൊണ്ട് നേരെ നിവർന്ന് നിൽക്കുക. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസത്തെ പൂർണ്ണമായി ഉള്ളിലേക്ക് വലിക്കുകയും പുറത്തേക്ക് തള്ളുകയും ചെയ്ത് കുറച്ച് സമയം നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് മാറാവുള്ളൂ. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ വയറുകളുടെ പേശികൾക്ക് ബലമുണ്ടാവുകയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ വയറിനൊക്കെ അടിവയറിന് ഒത്തിരി താങ്ങായി ഈ സൂര്യ നമസ്കാരത്തിൻ്റെ വായുശേഷിയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞരമ്പുകൾക്ക് ഒത്തിരി ബലമുള്ളവാക്കി തീർക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾക്ക് ശ്വാസം എടുക്കുന്നതിനും കളയുന്നതിനും വളരെ നല്ല രീതിയിലുള്ള ഒരു ശ്വാസോച്ഛ്വാസം നമ്മുടെ ശ്വാസകോശത്തിന് തരുവാനായിട്ട് നമ്മളെ പ്രേരണ തീർത്തുന്നു. ഈ ബ്ലഡിൻ്റെ സർക്കുലേഷൻ വളരെ നല്ല രീതിയിൽ നടക്കുവാനായിട്ട് സാധിക്കുന്നു. കൈകാലുകൾക്ക് നല്ല ബലവും എല്ലുകൾക്ക് നല്ല ബലവും മാംസപേശികൾക്ക് നല്ല ഉറച്ചതായി വരികയും ചെയ്യുന്നു. ശരീരത്തിലെ ഞരമ്പുകളിലൂടെ ഒഴുകുന്ന ബ്ലഡുകൾക്ക് നല്ലൊരു ഒഴുക്കുണ്ടാവുകയും നമ്മളുടെ കാഴ്ചശക്തിയിൽ നല്ലൊരു തിളക്കമുണ്ടാവുകയും ചെയ്യുന്നു. കഴുത്തിലുള്ള ഡിസ്കിനും അരക്കെട്ടിലുള്ള ഡിസ്കിനുമൊക്കെ നല്ല മുറുക്കുണ്ടാവുകയും അത് വിട്ടുപോകാത്ത രീതിയിൽ അതിന് മാംസപേശികൾക്ക് ബലം കൊടുത്തുകൊണ്ട് അതിനെ ഉറപ്പിച്ചു നിർത്തുവാനും സാധിക്കുന്നു. ഇതേ തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിലേക്ക് സൂര്യ നമസ്കാരം ഓരോ ചുവടുകൾക്കും തരുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സൂര്യ നമസ്കാരം നമ്മളെ സഹായിക്കുന്നു. ഒരിക്കൽ കൂടി പാർക്കുട്ടി മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സസ്നേഹ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മെത്തേഡ് ഓഫ് ദ യോഗാസനത്തിലെ സൂര്യ നമസ്കാരത്തിൻ്റെ രീതി ഞാനിവിടെ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ മെത്തേഡിൻ്റെ ഒരു ചൂടുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്.